ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ആരോഗ്യപ്രദമായ ഒരു തോരൻ്റെ റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലൊരു തോരനാണിത്. ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയ മുരിങ്ങയില കൊണ്ടാണ് ഈ തോരൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ധാരാളം ആൻറ്റി ഓക്സിഡൻസും ന്യൂട്രിയൻസും വിറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയതാണ് മുരിങ്ങയില. അപ്പോൾ നമുക്ക് ഈ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. തോരന് ആവശ്യമായ തേങ്ങ നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങയിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ പഴുത്ത പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ എരിവ് കുറച്ച് കുറവായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി ചേർക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ചെറുള്ളി 2-3 എണ്ണം ഒന്ന് നമുക്കിതിലേക്ക് അരിഞ്ഞ് ചേർക്കാം. ഇനി നമുക്ക് തോരന് വേണ്ട ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കാം. 2-3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്താൽ മതിയാകും. വെള്ളം ഒന്നും ചേർക്കരുത്. അപ്പോൾ ഞാനത് നല്ലതുപോലെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. സാധാരണ തോരൻ ഉണ്ടാക്കുന്നതിലും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് ചുറ്റിച്ചൊന്ന് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മുരിങ്ങയിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുരിങ്ങയില കട്ട പിടിച്ചിരിക്കാതെ എല്ലായിടത്തും ഒരേപോലെ ആകത്തക്ക വിധം മിക്സ് ചെയ്യുക. തേങ്ങയുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസും നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇനി നമ്മൾക്കിത് മൂടി വെച്ച് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അപ്പോൾ മുരിങ്ങയിലേക്ക് നല്ലതുപോലെ സോഫ്റ്റായി കിട്ടും. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മുരിങ്ങയിലേക്ക് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് തുറന്നു വെച്ച് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ഒത്തിരി വെന്ത് പോയാൽ മുരിങ്ങയിലയിൽ ന്യൂട്രിയൻസൊക്കെ നഷ്ടപ്പെടും. അതിൻ്റെ വിറ്റമിൻസും മിനറൽസും ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒത്തിരി വേവിച്ച് കളയരുത്. എന്നാൽ നല്ലതുപോലെ സോഫ്റ്റ് ആകുകയും ചെയ്യണം. ഇപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് മുരിങ്ങയില തോരൻ. ഈ രീതിയിൽ തോരൻ ഉണ്ടാക്കുമ്പോൾ തേങ്ങയിൽ നിന്ന് പുറത്തു വരുന്ന തേങ്ങാപ്പാലിൽ കിടന്നാണ് ഈ മുരിങ്ങയില വേകുന്നത്. അതുകൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും ഈ തോരന്. എണ്ണിയാൽ തീരാത്തത്രയും ഗുണങ്ങളാണ് മുരിങ്ങയിലയിൽ അടങ്ങിയിരിക്കുന്നത്. നമ്മളുടെ കൊളസ്ട്രോൾ കുറയാനും BP കുറയ്ക്കാനും ഒക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെ ക്യാൻസറിനെ തടയാനുള്ള കഴിവും മുരിങ്ങയിലേക്കുണ്ട്. നിത്യേനയുള്ള നമ്മുടെ ഭക്ഷണത്തിൽ മുരിങ്ങയില ചേർത്ത് കഴിച്ചാൽ വളരെ നല്ലതാണ്. BP കുറയാനും ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാനും ഒക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു വെയിറ്റ് ലോസ് റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.